നമസ്കാരം. പഹൽഗാമിൽ നിരപരാധികളായ വിനോദസഞ്ചാരികളെ എന്ന് പാകിസ്ഥാൻ തീവ്രവാദികൾ പാകിസ്ഥാന്റെ ഒത്താശയോടെ കൊന്നുവോ അന്നു മുതൽ തുടങ്ങി പാകിസ്ഥാന്റെ സർവനാശം. ഒരർത്ഥത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോ പട്ടാള മേധാവി അസീം മുനീറോ സമാധാനത്തോടെ ഇതുവരെയായിട്ട് ഉറങ്ങിയിട്ടില്ല. കാരണം ഭാരതം ആക്രമിക്കുമെന്ന പേടി മാത്രമല്ല അവരുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. അതായത് ബലൂചിസ്ഥാൻ പോരാളികൾ പാകിസ്ഥാന്റെ അകത്തു നിന്നും കണക്കിന് കൊടുക്കുന്നുണ്ട് പാകിസ്ഥാന്. കൃത്യമായ ഓരോ പദ്ധതിയോടെ പാകിസ്ഥാനിൽ വലിയ രീതിയിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഒരു ആക്രമണം നടത്തുന്നുണ്ട്. അതായത് പാകിസ്ഥാൻ സൈനികരെ അടക്കം ബലൂച്ചികൾ യമലോകത്തേക്ക് ഓരോ ദിവസവും പറഞ്ഞു വിടുന്നുണ്ട്. ഇപ്പോൾ ഓരോ ലോകരാജ്യവും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഭാരതത്തിൽ കയറി ആക്രമണം നടത്തിയതിന് ഇപ്പോൾ പ്രകൃതി പോലും പാകിസ്ഥാന്റെ മുന്നിൽ മുഖം തിരിച്ച് നിൽക്കുകയാണ്. സംഹാര താണ്ഡവമാടുകയാണ് ഇപ്പോൾ പ്രകൃതി പാകിസ്ഥാനിൽ മൺസൂൺ മഴയിലും കനത്ത മണ്ണിടിച്ചിലും തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കനത്ത നാശമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. കൂടാതെ മേഘവിസ്ഫോടനത്തിൽ 300-ലധികം പേർ മരിക്കുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഖൈബർ പക്തൂൺഖ്വയിലാണ് കനത്ത നാശനഷ്ടം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഗ്രാമവും വീടും റോഡും എല്ലാം ഒലിച്ചു പോയിരിക്കുകയാണ്. 74 വീടുകളാണ് പ്രളയത്തിൽ തകർന്നത്. പ്രളയം ബാധിച്ച് 9 ജില്ലകളിലായി 2000-ഓളം രക്ഷാപ്രവർത്തകരെ നിയോഗിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ 2022-ലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 1700-ഓളം പേർ കൊല്ലപ്പെട്ടിരുന്നു. രക്ഷാപ്രവർത്തനത്തിനിടെ ഹെലികോപ്റ്റർ തകർന്ന് 5 ക്രൂ അംഗങ്ങളും കൊല്ലപ്പെട്ടിരുന്നു. 120-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വൻ നാശനഷ്ടമാണ് ഉണ്ടായതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രളയത്തിൽ പാക് അധീന കാശ്മീരിൽ 9 പേരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. ഗിൽഗിറ്റ് ബാർട്ടിസ്ഥാൻ മേഖലയിൽ 9 പേർ മരിച്ചതായാണ് വിവരം. കൂടാതെ കനത്ത മഴയിൽ നദികൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. അതിനെ തുടർന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ വീടുകളും എല്ലാം ഉപേക്ഷിച്ച് നേരെ അഭയകേന്ദ്രങ്ങളിലേക്ക് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് പോവുകയാണ്. മഴവെള്ളപ്പാച്ചിലിൽ റോഡുകളെല്ലാം ഒഴുകിപ്പോയതോടെ രക്ഷാപ്രവർത്തകർക്ക് എത്തിപ്പെടാൻ പോലും കഴിയുന്നില്ല എന്നതാണ് വസ്തുത. അന്ത്യദിനം എന്നാണ് രക്ഷാപ്രവർത്തനത്തിന് എത്തിയവർ വിശേഷിപ്പിക്കുന്നത്. അത് ഈ പാകിസ്ഥാനിലെ വെള്ളപ്പൊക്കങ്ങളെല്ലാം കണ്ടിട്ട് ഈ അവിടുത്തെ തന്നെ രക്ഷാ ടീമുകളെല്ലാം തന്നെ വിശേഷിപ്പിക്കുന്നത് അവസാന ദിനം എന്ന വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. കാരണം അങ്ങോട്ടേക്ക് പോലും അടുക്കാൻ കഴിയാതെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഉള്ളത്. വലിയ ശബ്ദത്തോടെ പർവ്വതം ഒഴുകിയെത്തി എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന പാകിസ്ഥാന്, അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ സംഹാര താണ്ഡവും പ്രകൃതിയുടെ സംഹാര താണ്ഡവുമെല്ലാം ഇപ്പോൾ പാകിസ്ഥാന്റെ നട്ടല് തന്നെ തകർത്ത് ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.